ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മീൻ പീരയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് മത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് മത്തി, നെത്തോലി, അയല ഇതൊക്കെയല്ലേ ഇത് വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതാണ്. ഒരു 6 വലിയ അല്ലി വെളുത്തുള്ളിയില്ലേ അത് കട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ വെളുത്തുള്ളി എടുക്കുന്നതിൻ്റെ പകുതി അളവിന് ഇഞ്ചി എടുത്താൽ മതിയേ. ഒരു 20ഓളം ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകാണ് എടുത്തേക്കുന്നത്. കാന്താരി മുളകില്ലെങ്കിൽ സാധാ മുളക് എടുത്താലും മതി. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് എടുക്കണേ. ഇതിലേക്ക് ഒരു 5 ചെറിയ കഷ്ണം കുടംപുളിയില്ലേ അതൊരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തേക്കുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ലേ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, അരമുറി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്ക് കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവായിട്ട് തോന്നി, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാമേ. വൃത്തിയാക്കി എടുത്തിട്ടുള്ള 6 വലിയ മത്തിയെ 2 പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഈ മസാല മത്തിയുടെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ, അതായത് ചട്ടി ഒന്ന് ചൂടായി വരില്ലേ അതുവരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ടേ. നമ്മുടെ ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ലല്ലോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞും പോകും, നമുക്ക് മീൻ വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണേ. നമ്മുടെ മീൻ വേവാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇളക്കിയിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാതെ വേണം ഇളക്കിയിട്ട് കൊടുക്കാനേ. നമ്മുടെ മീൻ വേവാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വട്ടം കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാമേ. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ, എങ്കിലാണ് നമ്മുടെ പീരയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ച് ആ ചട്ടിയുടെ ചൂടിൽ തന്നെ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് മസാലകളൊക്കെ ചേർത്ത് കൺഫ്യൂഷൻ ആക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മത്തിപ്പീരയല്ലേ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.